my dears, let's start our new session. So 8th സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് ഫസ്റ്റ് ബോൺസ് ഓഫ് ലൈഫ് എന്ന യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ദ 7 ഏജസ് ഓഫ് മാൻ എന്ന പോമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് പോം റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. ഈ പോയത്തിൽ ഷേക്സ്പിയർ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ 7 സ്റ്റേജസായി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ജനനം മുതൽ മരണം വരെ ഒരു മനുഷ്യൻ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തിലെ ചേഞ്ചസുകളാണ് ഈ പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. The 7 ages of man. All the world's a stage, and all the men and women merely players. They have their exits and their entrances, and one man in his time plays many parts. His acts being 7 ages. ഈ ലോകം മുഴുവനും ഒരു വേദിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മുടെ ഷേക്സ്പിയർ എന്താ പറയുന്നത്, ലോകത്തെ ഒരു നാടകമായിട്ടാണ് പറയുന്നത്. ലോകം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു നാടകമാണ്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വുമൺ മിയർലി പ്ലേയേഴ്സ്. മിയർലി മീൻസ് വെറും അല്ലേ. ഈ ലോകത്തിലുള്ള മെൻ ആൻഡ് വുമൺ, അതായത് ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്താണ്, വെറും പ്ലേയേഴ്സ് മാത്രമാണ്, നാടകത്തിലെ അഭിനേതാക്കൾ മാത്രമാണ്. ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസ്, ആൻഡ് വൺ മാൻ ഇൻ ഹിസ് time plays many parts, his act being 7 ages. എന്ന് ഷേക്സ്പിയർ പറയുകയാണ്, ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരു എക്സിറ്റും ഒരു എൻട്രൻസും ഉണ്ട് എന്ന്. എന്താണ് എക്സിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്, മരണത്തെയാണ്. എൻട്രൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജനനം. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടമാണ് ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ജീവിതമെന്ന നാടകത്തിലേക്ക് എങ്ങനെയാണ് കയറുന്നത്? ജനനം എന്ന എൻട്രൻസിലൂടെ കയറി അതിനിടയിൽ ഒരുപാട് പല പല റോളുകളും ആക്ട് ചെയ്ത് എന്താണ്, മരണം എന്ന എക്സിറ്റിലൂടെ പുറത്തേക്ക് വരുന്ന ആ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ഒരു ജീവിത കാലഘട്ടത്തെയാണ് നമ്മളുടെ ഷേക്സ്പിയർ ഈ പോയത്തിലൂടെ നമ്മളോട് പറയുന്നത്. ഏതൊക്കെയാണ് ആ 7 സ്റ്റേജസുകൾ എന്നുള്ളതാണ് ഇനിയുള്ള സ്റ്റാൻസയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, സ്റ്റേജ് ഏതാണ് എന്ന് നോക്കാം. അറ്റ് ഫസ്റ്റ് ദ ഇൻഫാൻറ്റ് മ്യൂളിംഗ് ആൻഡ് puking in the nurse's arms, and then the whining schoolboy with his satchel and shining morning face creeping like a snail unwilling to school. ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് പറയുന്നത് ഇൻഫാൻറ്റ് മീൻസ് കുഞ്ഞായിരിക്കുക, ജനിച്ച പാടെയുള്ള അവസ്ഥ. കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മ്യൂളിംഗ് മീൻസ് എന്താണ്, എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ പ്യൂക്കിംഗ് മീൻസ് വൊമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുടിച്ച പാൽ അതേപടി പുറന്തള്ളപ്പെടുക. ആരുടെ കൈകളിലേക്ക്? നഴ്സിൻ്റെ കൈകളിലേക്ക്, അല്ലെങ്കിൽ ആരാണോ കുഞ്ഞിനെ കെയർ ചെയ്യുന്നത് ആ ആളുടെ കൈകളിലേക്ക് എന്ത് ചെയ്യും, പ്യൂക്ക് ചെയ്യപ്പെടും അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ സദാസമയം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇൻഫാൻറ്റ്. അവിടെ നിന്ന് കുറച്ച് വളർന്ന് ആ കുഞ്ഞ് എങ്ങനെയായി മാറും. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ്, പരാതി പറയുന്ന ഒരു സ്കൂൾ ബോയിലോട്ട് ആ കുഞ്ഞ് വളരും. വിത്ത് ഹിസ് സേഷ്യൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ അൺവില്ലിംഗ് ടു സ്കൂൾ. സേഷ്യൽ മീൻസ് സ്കൂൾ ബാഗ്. ഷൈനിങ് മോർണിംഗ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, നല്ല കഴുകി വൃത്തിയാക്കിയ ഫ്രഷ് ആൻഡ് ക്ലീൻ ഫേസ് എന്നാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയോടെ നല്ല ഫ്രഷായിട്ട് സ്കൂൾ ബാഗും പിടിച്ച് എങ്ങനെയാണ്, ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ, ഒച്ചിനെ പോലെ എഴഞ്ഞ് അൺവില്ലിംഗ് ടു സ്കൂളിലേക്ക് തീരെ താല്പര്യമില്ലാതെ ആയിരിക്കും ആ ബോയ് പോകുന്നുണ്ടാവുക. അപ്പോൾ തീരെ താല്പര്യമില്ലാതെ ഒച്ചിനെ പോലെ എഴഞ്ഞാണ് ആ കുഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നത്. ഇതാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റേജ്, ഒരു വ്യക്തിയുടെ ഫസ്റ്റ് സ്റ്റേജായിട്ട് നമ്മളുടെ ഷേക്സ്പിയർ പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജായിട്ട് പറയുന്നത് എന്താണ്, ആൻഡ് ദെൻ ദ ലവർ ഷൈനിങ് ലൈക്ക് എ furnace with a woeful ballad made to his mistress eyebrow. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്താണ്, ആൻഡ് ദെൻ ദ ലവർ, അതായത് കൗമാരപ്രായത്തെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സൈങ് എന്ന് പറയുന്നത് എന്താണ്, സൈങ് മീൻസ് ദീർഘശ്വാസം. ഓക്കെ. ദെൻ ഫേണസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഫേണസ് മീൻസ് തീച്ചൂള, അതായത് ഭയങ്കര തീച്ചൂള എന്നുള്ള മീനിങ് ആണ് കേട്ടോ. വോഫിൾ ബാലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിരഹഗാനം അല്ലെങ്കിൽ റൊമാൻറ്റിക് സോങ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, നമ്മുടെ ഷേക്സ്പിയർ പറയുകയാണ്, എന്താ, ഒത്തിരി വിരഹഗാനങ്ങൾ ഇവർ ഈ സെക്കൻഡ് സ്റ്റേജിൽ ലവേഴ്സ് ആയി കഴിഞ്ഞാൽ അവരെന്താണ്, ഒത്തിരി വിരഹഗാനങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി റൊമാൻറ്റിക് സോങ്സ് ഒക്കെ എഴുതാൻ അവർ അതിന് മാത്രം പ്രാപ്തരായി മാറും. ഈവൻ ഇങ്ങനെ പോലും മിസ്ട്രസിൻ്റെ അല്ലെങ്കിൽ കാമുകിയുടെ
അത്രയും നിസ്സാരമായ ഒരു ഐബ്രോ പോലും അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ഐബ്രോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു എന്താണ് പുരികം ഉപയോഗിച്ച് പോലും അവരെന്താണ് ഓരോ കവിതകൾ രചിക്കാനായിട്ട് അവർക്ക് പ്രചോദനമേകും എന്നാണ് പറയുന്നത് കേട്ടോ. സെക്കൻഡ് സ്റ്റേജ് അത്രയും കൗമാരപ്രായം എന്ന് പറയുന്നത് അത്രയും കാമുകിയെ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കും എന്നൊക്കെയാണ് ഷേക്സ്പിയർ പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കഥയുമില്ലാത്ത, ഒന്നിലും ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാം ഒരു നിസ്സാരമായി കാണുന്ന ഒരു കാലഘട്ടം. നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? ദെൻ എ സോൾജിയർ ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത്സ് ആൻഡ് ബിയർഡഡ് ലൈക്ക് ദ പാർഡ്, jealous in honor, sudden and quick in quarrel, seeking the bubbled reputation even in the cannon's mouth. അനദർ സ്റ്റേജ് എന്തെന്നാണ് പറയുന്നത്? സോൾജിയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ഭയങ്കര പോരാളി ആയിരിക്കും അല്ലേ. പോരാളിയുടെ ആ ഒരു കാലഘട്ടമാണ് എന്നാണ് പറയുന്നത്. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത്, അതായത് ഭയങ്കര എല്ലാ കാര്യത്തിലും ഭയങ്കര സീരിയസ്നെസ് ആയിരിക്കും. ഒത്തിരി മറ്റുള്ളവരിൽ നിന്നും ഒത്തിരി ബഹുമാനം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ സെൽഫ് റെസ്പെക്റ്റ് അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. മുന്നും പിന്നും നോക്കാതെ സഡൻ ആക്ഷൻ ആയിരിക്കും അവരെടുക്കുക. സഡൻ ആക്ഷൻ എടുത്ത് ക്വാറൽ, ഭയങ്കരമായിട്ട് വാക്തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഒരു കാലഘട്ടമായിട്ടാണ് നമ്മളുടെ ഷേക്സ്പിയർ ഈ തേർഡ് സ്റ്റേജിനെ പറയുന്നത്. അതുപോലെ ബബിൾ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഒരു പ്രശസ്തി, അതായത് അപ്പോൾ കിട്ടുന്ന ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറാവുന്ന ഒരു വിഡ്ഢിത്തം കാട്ടുന്ന ഒരു കാലഘട്ടമായിട്ടാണ്, വിഡ്ഢിത്തത്തിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഷേക്സ്പിയർ നമ്മളുടെ ഈ തേർഡ് സ്റ്റേജിനെ പറയുന്നത്. ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഒരു സമയമായിട്ടാണ്, മുന്നും പിന്നും നോക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയം. എന്നിട്ട് അവസാനം പടുകുഴിയിലേക്ക് വീണു പോകുന്ന ഒരു കാലഘട്ടത്തെയാണ് ഇവിടെ നമ്മളുടെ പറയുന്നത്, ഷേക്സ്പിയർ തേർഡ് സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ആൻഡ് then the gestures in fair round belly with good cap and lined, with eyes severe and beard of formal cut, full of wise saws and modern instances, and so he plays his part. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് ഏതാണ് എന്ന് പറയുന്നത്? നമ്മുടെ ഷേക്സ്പിയർ ജസ്റ്റിസ് ആയിരിക്കുന്നതാണ്. അതുവരെ കളിച്ച് ചിരിച്ച് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ നടന്നിരുന്ന ഒരു കൊച്ചു പയ്യൻ, ബോയിൻ്റെ ഒരു ജീവിത കാലഘട്ടമാണ് ഇവിടെ ഈ പോയത്തിൽ പറയുന്നത്. അപ്പോൾ അതുവരെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ഒരു കൊച്ചു പയ്യൻ ഒരു പോയിന്റിൽ പെട്ടെന്ന് ആൾ വളർന്ന് വലുതായി ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു നീതിമാനായി മാറി എന്നാണ് പറയുന്നത്. അദ്ദേഹം വിവേകമുള്ള, ശരിയും തെറ്റും ഏതാണെന്ന് തിരിച്ചറിയാൻ പ്രാപ്തനായിട്ട് ഭയങ്കര പരിചയസമ്പന്നനായി മാറിയിട്ടുണ്ടായിരിക്കും ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് റൗണ്ട് ബെല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു പ്രായം കഴിഞ്ഞാൽ ആൾക്കാർ ഒരു വയറൊക്കെ ചാടിയിട്ട് കുറച്ച് തടിയൊക്കെ വെച്ച് അല്ലെങ്കിൽ കുറച്ചൊരു മെച്യൂരിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ജെൻറ്റിൽമാൻ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. ആ ഒരു സ്റ്റേജിനെ നമ്മളുടെ ഷേക്സ്പിയർ പറയുന്നത് ഒരു ജസ്റ്റിസ് ആയിട്ടുള്ള ഒരു സമയമാണ് എന്നാണ് കേട്ടോ. അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണുകൾ എങ്ങനെയായിരിക്കും? ഐ സിവിയർ, അതായത് ഭയങ്കര മെച്യൂരിറ്റി ഫീൽ ചെയ്യുന്ന കണ്ണുകളായിരിക്കും. അതുപോലെ നീറ്റ് ലുക്കിലായിരിക്കും അവരുടെ ലുക്ക് ആൻഡ് അപ്പിയറൻസ്. അവരുടെ താടിയൊക്കെ എങ്ങനെയായിരിക്കും? ഇപ്പോൾ തലമുടിയൊക്കെ ആ ഒരു ഫാഷനൊക്കെ ഒഴിവാക്കി ഭയങ്കര ക്ലീനായിട്ട് ഭയങ്കര മാന്യമായ രീതിയിൽ മുടിയൊക്കെ വെട്ടി ഒതുക്കി കണ്ടാൽ ഒരു നല്ലൊരു മാന്യൻ അല്ലെങ്കിൽ ഒരു ജെൻറ്റിൽമാൻ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല അവരുടെ സംസാരത്തിൽ അവർ ഒരുപാട് ഉപദേശങ്ങൾ വരും തലമുറകളോടൊക്കെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നവരായിരിക്കും. അവരുടെ ജീവിത പരിചയം വെച്ചുകൊണ്ട് അവരുടെ ആ ഒരു സംസാരത്തിനിടയിലൊക്കെ എന്തൊക്കെ വരാറുണ്ട്? വൈസോസ് എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ലുകൾ. നമ്മുടെ പാരൻസൊക്കെ അവർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഉപദേശങ്ങളൊക്കെ തരുമ്പോൾ ഒരുപാട് പഴഞ്ചൊല്ലുകളൊക്കെ അവർ യൂസ് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് പഴഞ്ചൊല്ലുകളും അറിയുന്നുണ്ടായിരിക്കും, എന്നാൽ പോലും അവർക്ക് എന്തും അറിയാം. അവർക്ക് മോഡേൺ ഇൻസ്റ്റൻസും അറിയാം. അതായത് മോഡേൺ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളും അവർക്ക് മോഡേൺ കാലഘട്ടത്തിലെ കാര്യങ്ങളിലും അവർക്ക് അറിവുണ്ടായിരിക്കും. അപ്പോൾ പഴഞ്ചൊല്ലുകൾ അറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ സമകാലീന സംഭവങ്ങളും അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഭയങ്കര മാന്യന്മാരായിരിക്കും, ഭയങ്കര ജെൻറ്റിൽമാനായിട്ട് ഇവരുമായി കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ആ പയ്യന്മാർ ഒരു പോയിന്റിൽ അവർ ജെൻറ്റിൽമാനായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, കുറച്ച് സീരിയസ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 5th സ്റ്റേജസും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത സ്റ്റേജ് 6th സ്റ്റേജ് എന്താണെന്നാണ് പറയുന്നത്?
നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? ദ സിക്സ്ത് ഏജ് ഷിഫ്റ്റ്സ് ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ വിത്ത് സ്പെക്ടിക്കിൾസ് ഓൺ നോസ് ആൻഡ് pouch on side. His youthful horse, well saved, a world too wide as for his shrunk shank, and his big manly voice, turning again towards childish treble, pipes and whistles in his sound. ഇതൊരു സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജ് ആണല്ലേ, നമ്മുടെ ഷേക്സ്പിയറുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജസിന് എന്താണ് അദ്ദേഹം ഈ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും ആ ഒരു വ്യക്തി എന്തായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും? ഒരു പാൻറ്റലൂൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു കോമാളിയായി മാറിയിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ലീൻ മീൻസ് മെലിഞ്ഞ, ലീൻ മീൻസ് മെലിഞ്ഞ, അതുപോലെ സ്ലിപ്പേർഡ് എന്ന് പറഞ്ഞാൽ വള്ളിച്ചിരിപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു പാൻറ്റലൂണായി മാറിയിട്ടുണ്ടായിരിക്കും. പാൻറ്റലൂൺ എന്ന് പറഞ്ഞാൽ കോമാളിയായിട്ട്, ഒരു കോമാളിയുടെ ഒരു വേഷവിധാനം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കോമാളി ലുക്ക് തോന്നും എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ വിത്ത് സ്പെക്ടിക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്, പ്രായം ഓൾഡ് ഏജ് ആയി വന്നതോട് കൂടിയിട്ട് എന്താണ് ആളുടെ കണ്ണുകളുടെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് കുറഞ്ഞു വന്ന് ആളെന്താണ് കണ്ണടകൾ സ്പെക്ടിക്കിൾസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതുപോലെ പാൻറ്റിൻ്റെ കൂടെ നമ്മുടെ ബെൽറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പൗച്ച് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും. അതിൽ ക്യാഷും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പൗച്ച് കൂടെ ബെൽറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കും ഈ ഒരു കാലഘട്ടത്തിൽ എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ഹിസ് യൂത്ത്ഫുൾ ഹോസ് മീൻസ് പാൻസ് ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ യൂത്ത്ഫുൾ എന്താണ് യൗവന കാലഘട്ടത്തിലുണ്ടായിരുന്ന അദ്ദേഹം യൂസ് ചെയ്തിരുന്ന പാൻറ്റൊക്കെ എങ്ങനെയാണ്? വെൽ സേവ്ഡ്, അത്രയും ഭയങ്കര ടൈറ്റായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്താണ്? സൂക്ഷിച്ച്, വെൽ സേവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭദ്രമായി സൂക്ഷിച്ച് വെച്ചതായിരുന്നു. ഭയങ്കരമായിട്ട് ടൈറ്റ് കൂടിയപ്പോൾ അത് സൂക്ഷിച്ച് വെച്ചതായിരുന്നു. ബട്ട് എന്താണ്? എ വേൾഡ് ടു വൈഡ്സ് ഫോർ ഹിസ് ഷ്രങ്ക് എന്നാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷാങ്ക്, അതായത് മെലിഞ്ഞ കാലുകൾ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്ന, ബോഡിയിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് ആണ് ഇവിടെ കാണിക്കുന്നത്. യങ് ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര തടിച്ച് കൊഴുത്തൊരു മനുഷ്യനായിരുന്നു, പാൻസ് വരെ ടൈറ്റ് ആയിരുന്നു. പക്ഷേ കുറച്ച് ഓൾഡ് ഏജ് ആയപ്പോഴേക്കും ആളൊക്കെ മെലിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. ഷാങ്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണങ്കാലുകളൊക്കെ മെലിഞ്ഞ കാലുകളായിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ ഓൾഡ് ഏജിൽ യങ് ആയിരിക്കുന്ന സമയത്തത്തെ ആ പാൻറ്റ് അത്രയും സേഫായിട്ട് എടുത്തു വെച്ചതായിരുന്നു. അത് ഇപ്പോൾ ആൾ വെയർ ചെയ്തപ്പോൾ, ഇപ്പോൾ ധരിച്ചപ്പോൾ ആൾക്കത് ഭയങ്കര ലൂസായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? യങ് ആയിരിക്കുന്ന സമയത്ത് നല്ല എന്താണ് ബോഡി ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഓൾഡ് ഏജ് ആകുമ്പോഴേക്കും ആളാകെ ക്ഷീണിച്ചു പോകും എന്നാണ് പറയുന്നത്. ശരീരം, ബോഡിയൊക്കെ ആകെ വീക്കായി ആകെ മെലിഞ്ഞുണങ്ങി പോയിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ അദ്ദേഹത്തിന് വരുന്ന മാറ്റമാണ് ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ് ടേണിങ് അഗെയിൻ ടുവാർഡ്സ് ചൈൽഡിഷ് ട്രബിൾസ്, പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. എന്താണ്? ശരീരത്തിൽ മാറ്റം വന്ന പോലെ തന്നെ സൗണ്ടിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. പുരുഷൻ്റെ ആ ഒരു ഗാംഭീര്യമേറിയ ശബ്ദമൊക്കെ എന്താണ്? ഒരു ചൈൽഡിഷ് അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ ശബ്ദം പോലെ, അത്ര ഗാംഭീര്യമില്ലാത്ത ശബ്ദമൊക്കെ എന്തായിട്ടുണ്ടാവും? അദ്ദേഹത്തിന് വീക്കായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ശബ്ദമൊക്കെ ആകെ എന്തായിട്ടുണ്ടാവും? തീരെ ഗാംഭീര്യം കുറഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും. ഇത്തരം സ്റ്റേജസ് ഒക്കെയാണ് സിക്സ്ത് സ്റ്റേജ് ആകുമ്പോഴേക്കും ഒരു മനുഷ്യന് വരിക എന്നുള്ളതാണ് നമ്മുടെ ഷേക്സ്പിയർ ഇവിടെ പറഞ്ഞു തരുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റേജ്, അതായത് സെവൻത്ത് സ്റ്റേജാണ് പറയുന്നത്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ that ends this strange eventful history is second childishness and mere oblivion. Sans teeth, sans eyes, sans taste, sans everything. അപ്പോൾ ഇതെന്താണ്? ജീവിതത്തിൻ്റെ ഫൈനൽ സ്റ്റേജാണ് പറയുന്നത് അല്ലേ. ദാറ്റ് എൻഡ് ദി സ്ട്രേഞ്ച് ഇവൻഫുൾ ഹിസ്റ്ററി അല്ലേ. ജനിച്ച അന്ന് മുതൽ എന്താണ് കൗമാരകാലം കഴിഞ്ഞു, ഭയങ്കര പോരാളിയായി, വാർദ്ധക്യവും ഒക്കെ കഴിഞ്ഞ് ആളെന്താണ് ആളുടെ ആ ഒരു ഹിസ്റ്ററി, ആ ഒരു മനുഷ്യൻ്റെ ആ ഹിസ്റ്ററി അതോടെ അവസാനിക്കുകയാണ് അല്ലേ. ഫൈനൽ സ്റ്റേജിലേക്കാണ് ആൾ എത്തിയിട്ടുള്ളത്, ജീവിതത്തിൻ്റെ അന്ത്യം അല്ലേ. മരണത്തോട് അടുത്ത് നിൽക്കുന്ന ആ ഒരു സമയമാണ് ലാസ്റ്റ് സ്റ്റേജായിട്ട് ഷേക്സ്പിയർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്? ഒരു സാഡസ്റ്റ് സ്റ്റേജാണല്ലേ. ഈ സ്റ്റേജിൽ നമുക്ക് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുമല്ലേ. ആ ഒരു ആളുടെ ഒരു ജീവിതത്തിൻ്റെ അവസാന നിമിഷമാണത് അല്ലേ. എന്താണ്? ഇതൊരു സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആണ്. അതായത് ജനിക്കുന്ന സമയത്ത് എന്താണ്? ഒന്നും കാണാൻ കഴിയില്ല, പല്ലില്ല, കാഴ്ചയില്ല, ടേസ്റ്റ് അറിയില്ല, അതുപോലെ ഒന്നും അറിയാത്ത ഒരു കാലഘട്ടമാണ് ജനിച്ച സമയം എന്ന് പറയുന്നത്. അതുപോലെയാണ് ആ മരണത്തോട് അടുക്കുന്ന സമയത്തും എന്താണ്? ഒന്നും അറിയാൻ സാധിക്കില്ല, എല്ലാം എന്താണ്? സാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട്, ഒന്നുമില്ലാത്ത സമയമാണ് കേട്ടോ. സാൻസ് ടീത്ത്, പല്ലുകളില്ല. സാൻസ് ഐസ്, കാഴ്ചശക്തി പോയിക്കൊണ്ടിരിക്കുന്നു. സാൻസ് ടേസ്റ്റ്, എന്താണ്?
ടേസ്റ്റൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാൻസ് എവറിത്തിങ്, എല്ലാം നഷ്ടപ്പെട്ട ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ്, അതായത് മരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ലാസ്റ്റ് സ്റ്റേജ് ഇസ് ദി സാഡസ്റ്റ് സ്റ്റേജ് ആണല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ വില്യം ഷേക്സ്പിയർ പറഞ്ഞ ദി 7 ഏജസ് ഓഫ് എ മാൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് 7 സ്റ്റേജസുകൾ ഏതൊക്കെയാണ്? ബേബി ഓർ സ്കൂൾ ബോയ്, ദെൻ ലവർ, തേർഡ് സ്റ്റേജ് സോൾജിയർ, ജസ്റ്റിസ്, ഓൾഡ് മാൻ, ആൻഡ് അറ്റ് ലാസ്റ്റ് സ്റ്റേജ് ഇസ് വെരി ഓൾഡ് ഏജ്, ദാറ്റ് ഈസ് സെക്കൻഡ് ചൈൽഡിഷ്നെസ്, ദാറ്റ് ഈസ് ദി സാഡസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? ഭയങ്കര ഒരു സാഡസ്റ്റ് സ്റ്റേജ് ആണല്ലേ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.